കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരോ വധക്കേസിൽ വർഷങ്ങളായി ഒളിവിലായിരുന്ന പ്രതി ഉമർ ഫാറൂഖ് കൊച്ചിയിൽ പിടിയിലായി എന്ന വാർത്ത പുറത്തുവരികയാണ്. NIA ആണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 4 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കുറ്റമാണ് ഉമർ ഫാറൂഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി കൊച്ചി പള്ളുരുത്തിയിൽ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്നു ഇയാൾ. ബംഗളൂരുവിലെയും കൊച്ചിയിലെയും NIA ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ മാസം ഇതേ കേസിലെ മുഖ്യപ്രതിയും കൊച്ചിയിൽ നിന്ന് തന്നെയാണ് പിടിയിലായത്. കേസിൽ ഇതുവരെ 19 പേർ അറസ്റ്റിലായി. 2022 ജൂലൈ 26-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. യുവമോർച്ച ദക്ഷിണ കന്നഡ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന പ്രവീൺ നെട്ടാരുവിനെ സുള്ളിക്കടുത്ത ബെല്ലാരിയിൽ വെച്ച് ബൈക്കിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ബെല്ലാരിയിൽ കോഴിക്കട നടത്തിയിരുന്ന പ്രവീൺ കട അടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആക്രമി സംഘം വെട്ടുകത്തിയുമായി എത്തി ആക്രമണം നടത്തിയത്. യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസിലെ മുഖ്യപ്രതി അബ്ദുൾ നാസറിനെ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ അമിത്ഷായ്ക്ക് ഒരു കത്ത് കേരളത്തിൽ നിന്നും ചില പ്രമുഖ നേതാക്കൾ അയച്ചിരുന്നു. കൊച്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ നിരോധിത ഭീകര സംഘടനകളും അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയകളും സുരക്ഷിത താവളങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് എന്നായിരുന്നു കത്തിലെ പ്രധാന വിഷയം. 2010-ൽ പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിയ കേസിലെ പ്രതി സവാദിന് വർഷങ്ങളോളം ഒളിവിൽ കഴിയാൻ സഹായിച്ചതും സമാന ശൃംഖലയാണ് എന്നതും നിരസിക്കാനാവില്ല. പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രതി അബ്ദുൾ നാസർ 3 വർഷത്തോളം കൊച്ചിയിൽ ഒളിവിൽ കഴിയാൻ PFIയുമായി ബന്ധപ്പെട്ട പ്രാദേശിക ശൃംഖലകൾ സഹായിച്ചുവെന്നാണ് വിവരങ്ങൾ. പെരുമ്പാവൂരിലെ PFI ജില്ലാ ഓഫീസർ റെയ്ഡ് ചെയ്ത് പൂട്ടിയിരുന്നുവെങ്കിലും സംഘടനയുടെ ഭൂഗർഭ ശൃംഖല ഇപ്പോഴും സജീവമാണെന്നാണ് വിവരങ്ങൾ. യോഗ, കായിക ക്ലബ്ബുകൾ എന്നിവയുടെ മറവിൽ യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകുന്നത് തുടരുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എറണാകുളം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത UAPA കേസുകളുടെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്രം തേടണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്കുകൾ ചൂണ്ടിക്കാട്ടി മയക്കുമരുന്ന് കേസുകളിൽ കൊച്ചി രാജ്യത്ത് 2ാം സ്ഥാനത്താണ് എന്നും പെരുമ്പാവൂരിൽ 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവവും ആഡംബര ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ഇടപാടുകളും സംഘടിത കുറ്റകൃത്യ ശൃംഖലയുടെ ഭാഗമാണെന്നും വിലയിരുത്തലുകളുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പ്രതിയെയും പിടികൂടിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നായതുകൊണ്ട് തന്നെ ഈ വിലയിരുത്തലുകൾക്ക് അതിന്റേതായ പ്രാധാന്യമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പെരുമ്പാവൂരും കൊച്ചിയും അതുപോലെ തന്നെ ആലുവയും ഒക്കെ ഇതുപോലെയുള്ള ആൾക്കാരുടെ ഇത്തരം ക്രിമിനലുകളുടെ പ്രധാന താവളമായി മാറുന്നു എന്നത് കേരളം വളരെ ഗൗരവത്തോടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.